അനുഗ്രഹപ്രദമായ ഈ പകൽ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവിടെ ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസൻ കുടുംബം, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയ ദൈവഭൃത്യന്മാർ, ഈ പകൽ യോഗത്തിൽ സംബന്ധിക്കുന്ന മാന്യ ദൈവമക്കൾ, ദൂരത്തിരുന്ന് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ പകല് വന്ദനം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്തൃദാസൻ കുടുംബം, ഈ സഭ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. രാവിലെ ഒരു ശവസംസ്കാരത്തിൽ പങ്കുകൊള്ളണമായിരുന്നതുകൊണ്ട് കർത്തൃദാസനെ നേരത്തെ വിളിച്ചു പറഞ്ഞ് 12:30 എത്തുകൊള്ളുന്നു. എങ്കിലും പറഞ്ഞതിന് 5 മിനിറ്റ് മുമ്പ് എത്തുവാൻ ദൈവം കരുണ നൽകി. തുടർന്നുള്ള പകൽ സമയവും അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം രാത്രിയിലും ദൈവവചനം ധ്യാനിപ്പാനും ശുശ്രൂഷിപ്പാനുമാണ് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ഈ പകല് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ അപേക്ഷ, നിങ്ങളും കൂടെ മുന്നോട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് വചനം കേൾക്കാം. നിങ്ങൾ 3 പേര് പിടിച്ചിരിക്കല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂടെ പുറകോട്ട് നോക്കേണ്ടി വരും. ആട്ടെ, സഹകരിക്കുന്നതിലും വളരെ സന്തോഷവും നന്ദിയുണ്ട്. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. മതി. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. തനിച്ചു നടപാത്രാണി പോരാത്ത കുഞ്ഞിനെ താൻ വനത്തിൽ വിടുമോ വാനരൻ പ്രിയ. തനിച്ചു നടപാത്രാണി പോരാത്ത കുഞ്ഞിനെ താൻ വനത്തിൽ വിടുമോ വാനരൻ പ്രിയ. അനച്ചപറ്റി വസിപ്പന്മാർ അതിനു വേണ്ട സമസ്ത വഴി അനച്ചപറ്റി സമസ്ത വഴിക്കും തനിക്കു ലഭിച്ച കഴിവ് പോൽ കൊടുത്തു പോറ്റുന്നതിൻ്റെ തള്ള. തനിക്കു ലഭിച്ച കഴിവ് പോൽ കൊടുത്തു പോറ്റുന്നതിൻ്റെ ലയോ. എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്ത സന്നിധിയിലെന്നു വന്നു ചേരുഞ്ഞ. എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്ത സന്നിധിയിലെന്നു. പറക്കശീലം വരുത്താൻ മക്കളെ കഴുകൻ തൻ പുര മറിച്ചു വീണ്ടും കനിവ് കൊണ്ടതിൽ. കനിവ് കൊണ്ടതിൽ പറന്നു താഴെ പതിച്ചെന്നോ നീ പിടച്ചു വീട തുടങ്ങും നേരം. പറന്നു പതിച്ചെന്നോ നീ പിടച്ചു തുടങ്ങും നേരം. പറന്നു താണിട്ട് അതിനെ ചിറ വഹിച്ചു വീണ്ടും നടത്തും തള്ള. ഓ പറന്നു താണിട്ട് അതിനെ ചിറകിൽ വഹിച്ചു നടത്തും തള്ളയോ. എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിൽ ചേരുഞ്ഞ. എന്നെനിക്ക് ദുഃഖം തീരും. കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തന് തൻ കീഴിൽ വെച്ച് വളർത്തും മോദ. ഈ കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തന് തൻ കീഴിൽ വെച്ച് വളർത്തും. ഒഴിച്ചു സകല ജീവചിന്ത കഴിച്ചു സമസ്ത പോരുമതിനായി ഒഴിച്ചു സകല
വഴിക്ക് നിന്നാൽ വിളിച്ചു പോകുമെന്ന് അതിന്റെ ചിറകിൽ സുഖിച്ചു വഴിക്ക് നിന്നാൽ വിളിച്ചു പോകുമെന്ന് ചിറകിൽ സുഖിച്ചു വസിക്കുവാൻ എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്ത നിൻ സന്നിധിയിൽ വന്നു ചേരും ഞാൻ എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നു വരവ് നോക്കി കാത്ത് നായക തവ പൊന്മുഖത്തിലെ കരുണയുള്ള കാന്തി വിലസുവ വരവ് നോക്കി കാത്തു നായക തവ പൊന്മുഖത്തിലെ കരുണയുള്ള കാന്തി സുവ വരുന്ന നേരം അറിഞ്ഞുകൂടാ അതിനു വാഞ്ച മനസ്സ് പൂണ്ടു വരുന്ന നേരം കുടികൾ പോലെ ഉണർന്നുകൊണ്ട് വസിച്ചു കാലം കഴിക്കുന്നോ കുടികൾ പോലെ ഉണ്ടിൽ വസിച്ചു കാലം കഴിക്കുന്നോ എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്ത സന്നിധിയിലെന്നു വന്നു ചേരുഞ്ഞ എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്ത സന്നിധിയിൽ ഉണർന്ന വെട്ടം തെളിച്ച കൂട്ടമായി കന്യകാമൃത അണഞ്ഞു വാനിൽ പോകും നേരത്തിൽ ഉണർന്നു വെട്ടം തെളിച്ച കൂട്ടമായി കന്യകാമൃത അണഞ്ഞു വാനിൽ പോകും നേരത്തിൽ തുണച്ച് സാധുവിൽ ക്ലേശം കന്നിച്ചിട്ട് എനിക്കും കൂടെ പരമമാർവിൽ തുണച്ച് സാധുവിൽ എനിക്കും കൂടെ പരമമാർവിൽ അണഞ്ഞു വാഴാൻ കൃപയരുൾ അരുമയുള്ള പൊന്നുകാന്തനെ അണഞ്ഞു വാഴാൻ കൃപയരുൾക എൻ്റെ അരുമയുള്ള പൊന്നുകാന്തനെ എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നു കാന്നിൻ സന്നിധിയിലെന്നു വന്നു ചേരുക എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്ത സന്നിധിയിൽ നിനക്കിൽ ഭൂവിലെ സമസ്തമായയും ആത്മക്ലേശവുമെന്നു ചലം നിനക്കിൽ ഭൂവിലെ സമസ്തമായയും ക്ലേശവുമെന്നു ചലോമോ നിനച്ച വാസ്തവം അറിഞ്ഞ് സാധു ഞാൻ പരമസി ഓടിപ്പോകുന്നു നിനച്ച വാസ്തവം അറിഞ്ഞ് സാധു ഞാൻ പരമ ഓടിപ്പോകുന്നു എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്ത സന്നിധിയിലെന്നു വന്നു ചേരുക എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്ത സന്നിധിയിൽ എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നു സന്നിധിയിലെന്നു വന്നു എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്ത സന്നിധിയിൽ എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നു സന്നിധിയിലെന്നു വന്നു ചേരുക
കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല പകൽ സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ, എങ്കിലും ഈ സഭയിലെ ജനിച്ചപ്പം മുതൽ വരുന്ന ആരിലും ഉണ്ടോ? ജനനം മുതൽ ജനിച്ചപ്പോളെ ഈ സഭയിൽ വളരെ ഉണ്ട്. ദൈവത്തിൻ്റെ മഹത്വം, ദൈവം അനുഗ്രഹിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 10, 60, 70 വർഷമൊക്കെ ആയിട്ട് ഇതിനകത്തുള്ളവരുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തള്ളിവിട്ടു ഈ കാര്യം നിങ്ങൾ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം മോനോട് തന്നെ ചോദിക്കാം. ഉൽപ്പത്തി പുസ്തകം എത്ര അധ്യായം ഉണ്ടെന്ന് അറിയാമോ? ഉറക്കെ പറഞ്ഞു. 55 നിന്നോടാന്ന് ചോദിക്കുന്നത്. ഞാൻ നിന്നോടല്ലേ ചോദിച്ചേ? ഏതാണ്ട് അവനൊരു ധാരണയുണ്ട്. എത്രയുണ്ട് മോനെ? ഉച്ച കഴിഞ്ഞ് പറയാം. ആയിക്കോട്ടെ. അവൻ തപ്പിറ 50. നിങ്ങൾക്ക് 3 പേർക്കും 5 എവിടെ നടാ കൂടുതൽ കിട്ടിയ? അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായമാണ്. പുറപ്പാട് പുസ്തകം 40 അധ്യായം, ലേവ്യ പുസ്തകം 27 അധ്യായം, സംഖ്യാപുസ്തകം 36 അധ്യായം, 4 അധ്യായം. ഇങ്ങനെയാണ് നമ്മൾ ഈ പുസ്തകങ്ങൾ പഠിക്കുന്നത്. അപ്പം ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട്. ഇങ്ങനെ 29. പുതിയ നിയമം എത്രയുണ്ട് മോളെ? 27. അപ്പോൾ മൊത്തം എത്രയാ മോളെ? 66. അല്ല, ഇതൊക്കെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനായി നിങ്ങൾ രണ്ടും കുഞ്ഞിരുന്നാൽ നിങ്ങളോട് ഞാൻ ചോദിക്കുകയല്ലെന്ന് ഓർത്താന്നോടാ. വേറെ ചോദ്യം വരുന്നുണ്ട്, എന്നെ നോക്കിയിട്ട്. കുഞ്ഞിരിക്കുന്നവരോടാ ചോദ്യം ചോദിക്കുന്നത്. അപ്പോഴേ മൊത്തം 66 പുസ്തകം. അതിലെ പുതിയ തിരുഹൃദയത്തിൽ മറച്ചു വെച്ചത് മറനീക്കി വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട് പുസ്തകം. ഇതിലെ 21 ലേഖനങ്ങളുണ്ട്. 21 ലേഖനം. ഞാൻ ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്കറിയാം ലേഖനങ്ങളെല്ലാം ഉപദേശ വിഷയങ്ങളാണ്. റോമാലേഖനം നമുക്കറിയാം വിശ്വാസത്താലുള്ള നീതീകരണം. കൊരിന്ത് ലേഖനം നീതീകരിക്കപ്പെട്ട ലേഖനം വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം. എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാണ്. അങ്ങനെ സ്ഥാനമാനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സന്തോഷം. കൊലോസ്യ ലേഖനം സന്തോഷം പ്രാപിച്ച വിശുദ്ധന്മാരുടെ അവകാശങ്ങളാണ്. തെസലോനിക്ക ലേഖനം അവകാശം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പ്രത്യാശ. തിമോത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും അങ്ങനെയുള്ളവരുടെ പ്രമാണങ്ങളെ കാണും. ഫിലേമോന്റെ ലേഖനം അവര് വളരെ പ്രയോജനമുള്ളവരായി തീരണം. എബ്രായ ലേഖനം ഇങ്ങനെ നിൽക്കുന്നവർക്ക് പമ്മി വന്നത് എടുത്തുകൊണ്ട് പോയി അവിടെ ഇരിക്കുക, പോകാൻ നേരത്ത് അവിടെ തന്നെ. അങ്ങനെ ചിലക്ക് പിന്നെ പുസ്തകം ഇല്ല. പണ്ട് ഒരു ഉപദേശി പ്രസംഗിച്ചു, ഇയ്യോബിൻ്റെ പുസ്തകം എടുക്കും വായിക്കുന്ന. അപ്പോൾ എപ്പോഴും വായിക്കുന്ന ഒരു അമ്മയുണ്ട്. അമ്മ വായിച്ചില്ല. യോഗം കഴിഞ്ഞപ്പം ഭർത്താവ് ചോദിച്ചു, എന്തുവാടി നീ വായിക്കാഞ്ഞു? ഇയ്യോബിൻ്റെ പുസ്തകം എടുക്കാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ എൻ്റെ പുസ്തകമുള്ളൂ. അപ്പം ഈ പുസ്തകത്തെ പറ്റി ഒരറിവുണ്ടായിരിക്കണം. കൊരിന്ത്യർക്ക് 2 ലേഖനം പൗലോസ് എഴുതി. 2 ലേഖനം. 2 ലേഖനം. 1-ാം ലേഖനത്തിൽ എത്ര അധ്യായമാണ്? നോക്കാതെ പറ. 16. 2-ാം ലേഖനത്തിലോ? നോക്കി പറ. 13. അപ്പോൾ 1-ാം ലേഖനത്തിൽ 16 അധ്യായമാണ്. അധ്യായങ്ങളെ വിഭജിച്ച് പഠിക്കുമ്പോൾ 1-ാം ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16 അധ്യായം.
1-ാം അധ്യായത്തിലെ വിഷയം പാനല്. സഭയ്ക്കകത്ത് ഇത് പാടില്ല. അപ്പൊല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, സെൻട്രൽ പാസ്റ്ററുടെ പക്ഷം, കൗൺസിലിന്റെ പക്ഷം, അത് അതിന്റെ നിലയിലനുസരിച്ച് അവർ മാറി മാറി വന്ന് ശുശ്രൂഷിക്കും. സഭയിലുള്ള ഗ്രൂപ്പിസം മനഃപൂർവ്വം ഉണ്ടാക്കുന്നവരുണ്ട്. വ്യക്തികളെ പിടിച്ച്, അല്ലെ ഇച്ചിരി പിടിപ്പുള്ളവരെ പിടിച്ച്, എൻ്റെ ഭാഷ, ആ കർത്താവിൻ്റെ സഭയ്ക്കകത്ത് ഞാനോ നിങ്ങളോ ആരേലും ഗ്രൂപ്പിസം ഉണ്ടാ, ദൈവം പിടികൂടും. എത്ര തെളിവുകൾ തരാനുണ്ട്, എത്ര തെളിവുകൾ. നാം ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മെ സൂക്ഷിച്ചു, ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മെ കാത്തു. അപ്പോൾ അങ്ങനെ ആ കഴിവിൻ്റെ പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിച്ചാൽ ആശീർവാദം പറയുന്നത് വരെ, പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിച്ചാൽ ആശീർവാദം പറയുന്നത് വരെ വേറെ ഒരു കാര്യവും അവിടെ പറയത്തില്ല. പൈസയുടെ വിഷയമോ മറ്റ് പിരിവിൻ്റെ കാര്യങ്ങളോ മറ്റ് നോട്ടീസ് ആണെങ്കിലോ മറ്റ് കാര്യം അതെല്ലാം ആണെങ്കിലും അതെല്ലാം ആശീർവാദം കഴിഞ്ഞേ പറയുള്ളൂ. ഞാൻ ചില സഭകളിൽ ചെല്ലുമ്പോൾ ഈ യോഗത്തിനിടെ എന്തെല്ലാം ചർച്ചകളാണെന്നറിയോ. സാക്ഷിക്കും അതിനും ഇതിനും എല്ലാം കമ്മിറ്റി മുന്നോട്ട് വന്ന് എന്തോ ബഹളം, ഒടുവിൽ ഇതെല്ലാം തല്ലിക്കലക്കി അങ്ങ് നാശക്കൊള്ളിയാക്കിയ ഒടുവിൽ പാസ്റ്റർ പറയും നമുക്ക് പ്രാർത്ഥിച്ച് യോഗം. അന്നേരം കുറേ എണ്ണം വീട്ടിൽ പോയി, കുറേ എണ്ണം വെളിയിലിറങ്ങി, കുറേ എണ്ണം ആകെ പ്രയാസപ്പെട്ട്. എനിക്കതൊക്കെ കാണുന്ന സങ്കടമാണ്. അത് ചിലർക്ക് അതിനുള്ള വകതിരിവും വിവരവും ഇല്ല. പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിച്ചാൽ ആശീർവാദം പറയുന്നത് വരെ ആ നടത്തിപ്പിൽ വേണം യോഗം പോകാൻ. അതിനുശേഷം കാര്യങ്ങൾ പറയരുതെന്നൊന്നുമല്ല, അതൊക്കെ ആശീർവാദം കഴിഞ്ഞ് സംസാരിച്ചോണം. അത് ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ചില കൺവെൻഷൻ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കൺവെൻഷൻ പ്രസംഗിച്ച് നിർത്തി ഒരു പാട്ടുമൊക്കെ പാടി ആരാധിച്ച് കഴിയുമ്പോൾ പിന്നെ മുമ്പോട്ട് ഇപ്പോൾ നന്ദിവാചകം പറയും. അത് മുഴുവൻ കുഴച്ച് നശിപ്പിച്ചേ പോവുള്ളൂ. അപ്പോൾ കുറേ പേര് പോയി, കുറേ പേര് ഇരുന്നു, ഒരു പോക്കടവും ഇല്ലാത്ത കുറേ എണ്ണം അവിടെ കുത്തിയിരുന്നു. ഇത് അവസാനം അസ്വസ്ഥത വചന ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഒടുവിൽ പാടി ആരാധിച്ച് ആശീർവാദം പറഞ്ഞു. ആശീർവാദം ഏറ്റുകൊണ്ട് വേണം ജനം പോകാൻ, ആശീർവാദം പറഞ്ഞു വേണം ജനത്തെ വിടാൻ. അതിന് വചന ശുശ്രൂഷ കഴിഞ്ഞാൽ ആ അന്തരീക്ഷത്തിൽ വേണം ജനം പോകാൻ. ആ എഴുന്നേറ്റ് ഇഞ്ഞു വാ, ഇവിടെ വന്നിരിക്കും. ഇഞ്ഞു വാ എഴുന്നേറ്റ് വാ. അല്ലോ എന്നാ ഇഞ്ഞു വാ. അല്ല അങ്ങനെ ആന്നേ ഇരിക്കരുത്, കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാകും. ഇവിടോട്ടിരുന്നു. വായിച്ചോ പെട്ടെന്ന് വായിച്ചോ. ആർക്ക് വേണേലും വായിക്കാം, ഉറക്കം വായിക്കണമെന്നേ ഉള്ളൂ. വായിക്കേ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവരിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അടുത്തത് ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും നിർത്തിക്കുക. കൊരിന്ത്യൻ സഭയുടെ ക്വാളിറ്റിയാ. നാലാമത്തെ പദം എങ്ങനെ, നാലാം വാക്യം എങ്ങനെ? അതാ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല. നമ്പർ 1 സഭയാണ്. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭ, സാക്ഷ്യമുള്ള സഭ, അല്ല സാക്ഷി പറയുന്ന സഭ. ഭയങ്കര പരിജ്ഞാനമാണ്. വചനത്തിൽ നല്ല തിട്ടം, വചനത്തിലും പരിജ്ഞാനത്തിലും. ഉപദേശമാര് കുർവാക്യം വായിക്കുമ്പോൾ അറിയാം ഇന്ന് ഏതൊക്കെ മേഖലയിൽ കൂടെ പ്രസംഗിക്കുമെന്ന്. അത്രയ്ക്ക് തിട്ടമാണ്, നല്ല പരിജ്ഞാനമാണ്. അതുകൊണ്ട് കൈയടിക്കുവോ ആരാധിക്കുവോ ഒന്നും ചെയ്യില്ല, പരിജ്ഞാനത്തോട് ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലേ അനങ്ങാതിരിക്കുന്നവർ, നമ്മൾ പറയും പുള്ളി പരിജ്ഞാനമുള്ള ആളാണ്. പെന്തിക്കോസ് യോഗത്തിന് വന്ന് അനങ്ങാതിരിക്കുന്നതാണോ പരിജ്ഞാനം?
നമ്മളങ്ങ് ധരിക്കുക അതാ പരിജ്ഞാനമെന്ന്. അപ്പോൾ പരിജ്ഞാനമുള്ള സഭ, ജ്ഞാനമുള്ള സഭ, നമ്പർ 1 സഭ, അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. 1-ാം അധ്യായത്തിൽ വളരെ ശ്ലാഘനീയമായ നിലയിൽ പൗലോസ് കാര്യം പറഞ്ഞു, അഭിനന്ദിച്ചു. പക്ഷെ 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ആത്മാവ് ആഴമറിയും. 2:9-10. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. 9 മുതലാണോ? അതെ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും. അപ്പൊ ആത്മാവ് ആഴമറിയും. 1-ാം അധ്യായത്തിൽ ആഴത്തിലോട്ട് ഇറങ്ങിയില്ല, പുറമേ ഒരു അഭിപ്രായം പറഞ്ഞു. വചനപരിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്, സാക്ഷ്യമുണ്ട്, കൃപാവരമുണ്ട്, നല്ല സഭ, നമ്പർ 1 സഭ. 2-ാം അധ്യായത്തിലേക്ക് ആത്മാവ് ആഴമറിഞ്ഞു. ഏതാ? ഈ കൃപാവരമുള്ളവരുടെ എല്ലാം ആഴം, വചനത്തിൽ തിട്ടമുള്ളവരുടെ ആഴം, പരിജ്ഞാനമുള്ളവരുടെ ആഴം. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴം വരെ അറിയും. 2-ാം അധ്യായത്തിൽ ആഴമറിഞ്ഞ ആത്മാവ് 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിച്ച് എന്തുവാ പറഞ്ഞേ? എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്നതുപോലെയല്ല, ജഡീകന്മാരോട് എന്നതുപോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ എത്ര സംസാരിപ്പാൻ. എങ്ങനുണ്ട്? 1-ാം അധ്യായത്തിൽ കൃപാവരമുണ്ട്, വചനമുണ്ട്, പരിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്, നമ്പർ 1 സഭയാ. ആ സഭയുടെ ആഴം 2-ാം അധ്യായത്തിൽ അറിഞ്ഞു. പറഞ്ഞ ആത്മാവ് ഇവരോട് പറയാം, പിന്നെ നിങ്ങൾക്ക് കൃപാവരമുണ്ട്, അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, ഭൂതത്തേറക്കും, രോഗശാന്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളോടും ചിലർ അങ്ങനെ പറയത്തില്ലേ, അമ്മാമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കും, വചനത്തിലൊക്കെ നല്ലത് കിട്ടവാ, അമ്മാമ്മയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥനയാണ്, പക്ഷെ പുള്ളിക്കാരിയോട് സംസാരിക്കുന്ന വളരെ ഇതൊക്കെ തന്നെ ഇവിടെയും പറഞ്ഞു. പുള്ളിക്കാരി എന്നൊന്നും എഴുതില്ലെന്നേ ഉള്ളൂ, സഭയെന്ന് എഴുതിയെന്നേ ഉള്ളൂ. അച്ചായൻ സഭയിലെ മൂപ്പന ഇടയ്ക്ക് മുന്നോട്ട് വന്ന് പ്രബോധിപ്പിക്കും, ഒടുവിൽ പുള്ളി ആ പ്രാർത്ഥിച്ച് നിർത്തുന്നത് എല്ലാ കാര്യത്തിനും. പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ എന്നെ നിങ്ങളാരും തണുപ്പായത് കൊണ്ട് മിണ്ടാതിരിക്കുന്നതാണോ? ഒരു കൃപാവരത്തിലും കുറവില്ല, പക്ഷെ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്നാ? കാരണമുണ്ട്, 3:3. നിങ്ങളുടെ ഇടയിൽ നിർത്തിക്കേ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കോ. 1-ാം അധ്യായത്തിൽ എന്തുകൊണ്ടെന്നാ എഴുതിയത്? ഒരു കൃപാവരത്തിലും എല്ലാ കൃപാവരവും ഉണ്ട്. പക്ഷെ 3-ാം അധ്യായത്തിൽ പറയുക, നിങ്ങളുടെ ഇടയിൽ എന്തോ ഉണ്ട്? ഈർഷ്യ അല്ല, ഉണ്ടോ? ഇന്നിപ്പോ 20 ദിവസമായില്ലേ? നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ട്, അഭിനന്ദിക്കുന്നു. പക്ഷെ അന്യഭാഷ പറയുന്ന ആ സഹോദരി, സഹോദരൻ, അല്ലെ പാസ്റ്റർ, വിശ്വാസി, ഈർഷ്യയുണ്ടോ? പിണക്കമുണ്ടോ? ആരോടേലും എന്തിലേലും? എന്നെ ആരുമൊന്നും ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇയാൾ ഇന്നിപ്പം വരേണ്ട ഒരു കാര്യവും 20-ാം ദിവസം കത്തേണ്ട സമയമാണ്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. 1-ാം അധ്യായത്തിൽ ഒരു കൃപാവരത്തിലും കുറവില്ല. വീര്യപ്രവൃത്തി, ഭാഷാവരം, വിവിധ ഭാഷ, രോഗശാന്തി, വെളിപ്പാട്, പ്രവചനം, ഇതൊക്കെയല്ലയോ കൃപാവരം. അമ്മാമ്മ അന്യഭാഷ പറയുന്നെങ്കിലും കൂടെ ആരാധിക്കുന്ന മറ്റേ സഹോദരിയോട് മിണ്ടുന്നില്ല. മിക്കവാറും വൈകിട്ട് ആൾക്കാർ കുറയാൻ സാധ്യത.
എല്ലാവരും ഞാനൊന്ന് നോക്കട്ടെ വൈകിട്ടും വരുമോന്ന്. അപ്പോൾ എനിക്ക് പറയാമല്ലോ, ഇനി അമ്മാമ്മ ഇന്ന് വന്നില്ലല്ലോ വൈകിട്ടെന്ന്. അമ്മച്ചി മരുന്നെടുക്കുന്നില്ല, നല്ല കാര്യം. പക്ഷെ അപ്പുറത്തിരിക്കുന്ന അമ്മച്ചിയോട് മിണ്ടുന്നില്ല. അച്ഛൻ്റെ കയ്യിൽ NIV-യും KJV-യും ഉണ്ട്. ബൈബിളേ ഡിക്ഷണറി വരെ അച്ഛൻ്റെ കയ്യിൽ ഉണ്ട്. ഗ്രീക്കും ഹീബ്രുവും അറിയാം. പക്ഷെ അടുത്തിരിക്കുന്ന സഹോദരന് തിരുമേശയുടെ സമയത്ത് വിശുദ്ധ ചുംബനം കൊടുക്കുകയല്ല. ഗ്രീക്ക് അറിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തുവാ എഴുതിയെടുക്കുന്നത്? നല്ല കാര്യങ്ങളാണ് എഴുതിയെടുത്തു. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ പണക്കവും ഇരിക്കുന്നെ. എല്ലാവർക്കും കൈ കൊടുക്കുന്നില്ല, എല്ലാവരോടും മിണ്ടുന്നില്ല. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകത്തില്ല. അഥവാ പോയാലും ഒന്നെങ്കിൽ ഏറ്റവും പുറകിൽ അല്ലെങ്കിൽ പുറത്തിരിക്കും. ആരുടെയും പുറത്തെന്നല്ല, വീടിന് പുറത്ത്. അത് ക്ലിയർ ആക്കണമല്ലേ. യോഗം തീരുന്നതിന് മുന്നേ ഭാര്യയും ഭർത്താവും കണ്ണ് കാണിച്ച് പോവുകയും ചെയ്യും. അവിടെ നിന്നുള്ള ദിവസം കട്ടം കുടിക്കുകയല്ല. പണക്കമില്ലെന്ന് അറിയുകയും വേണം എന്ന ഈ സൂത്രമെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. അമ്മ എന്താ അമ്മ അധ്യായം മൊത്തം അങ്ങ് വായിക്കുകയാന്നോ? എന്നാലും നല്ല ദൈവത്തിന് മഹത്വം. എന്റെ പ്രിയരെ, ആരോടെങ്കിലും വല്ല ഇടർച്ചയോ പിണക്കമോ ഈർഷ്യയോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ 1 മണി 1:30 ആകുന്നു, ഇന്ന് മാറ്റിക്കോണം. അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നമുക്ക് ഭാരമായിട്ട് വരരുത്. പണ്ട് പഴമക്കാർ അടിയന്തരത്തിന് വന്നു മുടിയാന്തരമാകരുത്. എബ്രാഹിമിന്റെ പാപത്തെ പറ്റി കൊടുത്ത ഒരു പ്രയോഗം, എബ്രാഹിം പാപപരിഹാരത്തിന് വേണ്ടി യാഗപീഠം പണിതു, അത് പിന്നെയും പാപമായി. പാപപരിഹാരത്തിന് വേണ്ടി യാഗപീഠം പണിതതാ, അത് പിന്നെയും പാപം. യെശയ്യാവിലൊരു വാക്യമുണ്ട്, പാപത്തോട് പാപം കൂട്ടുന്നു. പത്താം അധ്യായം വായിച്ച 1-ാം അധ്യായം പറഞ്ഞപ്പോഴേ അന്തരീക്ഷം പോയി. ഇനി എങ്ങനെ ഞാൻ 10 വരും? ദൈവത്തിന് മഹത്വം. ഞാൻ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, എന്നെയും കൂടെ ചേർത്താ പറയുന്നേ. ഈർഷ്യയും പകയും പിണക്കവും ഒന്നും വെച്ചോണ്ട് ദൈവത്തെ ആരാധിക്കരുത്. ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ്. പക്ഷെ നമ്മൾ ദൈവകൃപ പ്രാപിച്ചത് കൊണ്ട് അങ്ങോട്ട് എന്നങ്ങ് ക്ഷമ പറഞ്ഞേക്കണം. മേരിക്കുട്ടി, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കൊണ്ട് അങ്ങ് ക്ഷമിക്കണം, വിട്ടുകള. അതാ ചെയ്യണ്ടേ. സഹോദര, എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്, ക്ഷമിക്കണം, പൊറുക്കണം, ഇനി ആവർത്തിക്കത്തില്ല. അങ്ങോട്ടങ്ങ് പറഞ്ഞു. എന്നെ നിങ്ങളല്ല ഇത് തത്ത കാക്കാലിനെ പോലെ ഇരിക്കുന്നേ. ഒന്നാമത്തെ അധ്യായത്തിൽ കൃപാവരങ്ങളിൽ കുറവില്ല, ഒരു കൃപാവരത്തിലും കുറവില്ല. പക്ഷെ 2-ാം അധ്യായത്തിൽ ഇവരുടെ ആഴം, അന്തര്യന്തരങ്ങളെ ദൈവശോധന ചെയ്തു. ഉൾപ്പൂവുകളെ നിലവുകളെ ആരായുന്നവനാ ദൈവം. ശോധന ചെയ്ത ദൈവം പറയുക, അന്യഭാഷ കൊണ്ട് പ്രവചനം കൊണ്ട് വെളിപ്പാട് കണ്ണടച്ച എന്തെങ്കിലും കാണാതെ തള്ള കണ്ണ് തുറക്കുകയല്ല. ഞങ്ങളുടെ അവിടെ ഒരു തള്ള കൊണ്ട് ഒത്തിയിരുന്ന ഉറങ്ങുക, വായും പൊളിച്ചാ ഉറങ്ങുന്നത്. ഞാൻ ഉറങ്ങുകയെന്നോ? എന്നാൽ പുള്ളിക്കാരി പറഞ്ഞതെന്നറിയോ? കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉറങ്ങുകയെന്ന് ഈ തള്ള അംഗീകരിക്കില്ല. കാഴ്ചകൾ കാണുക. അതിൻ്റെ രസമതല്ല, ചേർത്ത് പറഞ്ഞ എന്നെ കാണിക്കുന്നതൊക്കെ ക്ലിയറായിട്ടാണ്.
എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒത്തിരി കാഴ്ചയൊന്നും കണ്ടില്ലെങ്കിലും മറ്റുള്ളവരോട് ഇടർച്ച ഉണ്ടാകരുത്. വെളിപ്പാടൊന്നും ഒത്തിരിയും കണ്ടില്ലെങ്കിലും ആരുമായിട്ട് വെളിവുകേടൊപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിനകത്ത് നിന്ന് പകയും പിണക്കവും എല്ലാം അങ്ങ് കളയണം. ഇതിനകം ശുദ്ധമാകണം. യേശു അങ്ങനെ പഠിപ്പിച്ച ഹൃദയശുദ്ധിയുള്ളവർ അവരാ ദൈവത്തെ കാണുന്നേ. ആസാഫ് ഒരിക്കൽ ഇങ്ങനെ പാടി, നമുക്ക് മനപാഠമാ വാക്യം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ സുഖികള മേബുമതിൽ ഇടറിയ നുള്ളം തീരതുല്യം. എന്നാൽ ദുർമതികൾ സുഖികള മേബുമതിൽ ഇടറിയ നുള്ളം തീരതുല്യം. പുഷ്ടിയാലും ദീനഗൺകൾ ഇല്ലേ, അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. പുഷ്ടിയാലും ദീനഗൺകൾ ഇല്ലേ, അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയതു വ്യർത്ഥം, തീരെ വ്യർത്ഥം. ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയതു വ്യർത്ഥം, തീരെ വ്യർത്ഥം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാ. നമുക്കൊരു നല്ല ഹൃദയം വേണം. ഇതിനകത്ത് പകയും പിണക്കവും ഒന്നും പാടില്ല. സ്തോത്രം. ഞാൻ വളരെ ഞാൻ തരാം, ഇങ്ങോട്ടൊന്ന് നന്നേ തരാം. പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയട്ടെ, ആരോടും പാകയൊന്നുമില്ല. നല്ല ദൈവസന്നിധിയിലല്ലേ. എന്നെ പകച്ചവരും പഴിച്ചവരും ദൂഷിച്ചവരും ഉപദ്രവിച്ചവരൊക്കെ ഉണ്ട്. ഒരുത്തരോടും പാകയില്ല. ഈ പുസ്തകം വെച്ചോണ്ടാ പറ. ദോഷം ചെയ്തവർക്കൊക്കെ ഞാൻ കഴിവിൻ്റെ പരമാവധി നന്മ ചെയ്യും. അങ്ങനെ ഈ പുസ്തകത്തിലെ പ്രമാണം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നന്മ ചെയ്യും. എൻ്റെ കൂടെയുള്ള ചില ദൈവദാസന്മാരും സഹോദരന്മാരും ഒക്കെ ചിലപ്പോൾ ചോദിക്കും, എത്ര വന്നാലും പഠിക്കുകയല്ലെന്ന്. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ പ്രമാണം അതാ. ഒത്തിരി ഒത്തിരി അനുഭവ സാക്ഷ്യം പറയാനുണ്ട്, ഒത്തിരി പറയാനുണ്ട്. അത് പ്രാഗൽഭ്യത്തോടെ പറയാം. ഈ ലൈവ് നിർത്താമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. വോളിയം കുറച്ചാൽ മതി, നിർത്തണ്ട. കാരണം
നമ്മൾ അങ്ങനെ ഒന്ന് ജീവിച്ചാൽ നമുക്കൊരു ദോഷവും വരികയല്ല. പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നിന്റെ നീതി നിനക്ക് മുമ്പായിട്ട് ചെല്ലും. ദൈവത്തിൻ്റെ മഹത്വം. നിങ്ങൾ ചിന്തിക്കരുത് ഈ ഒരു ഭയങ്കര പരമവിശുദ്ധം വന്ന് ചാടി, അതിനല്ല ഈ പറഞ്ഞത്. ഇത് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ക്രമീകരിക്കുക. നമ്മൾ ഈ ദൈവസന്നിധി നിൽക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതിനകം നന്നായിട്ട് ശുദ്ധമാകണം. ആട്ടുംകുട്ടിയുടെ മുഴുപ്പല്ല ദൈവം നോക്കിയത്. കയ്യിൽ കൊണ്ടുവന്ന ചേനയുടെയും കാച്ചിലിൻ്റെയും അങ്ങനെയൊക്കെ ആണെങ്കിലേ നിലത്തിലെ അതിൻ്റെ വലിപ്പമല്ല നോക്കിയത്, രണ്ടുപേരുടെ ഹൃദയം നോക്കി. സ്തോത്രം. ദൈവ ഹൃദയങ്ങളെ നോക്കുന്നവനാ. വിട്ടേക്കാം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഈർഷ്യയും പകയും പിണക്കവും ഒന്നും കാണരുത്. ആരോടും പിണങ്ങിയിരിക്കരുത്. ഞാൻ ആരോടും അങ്ങനെ പിണങ്ങിയതായിട്ട് ഓർക്കുന്നില്ല. പിണങ്ങേണ്ട ധാരാളം വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അന്നേരം എൻ്റെ രീതി എങ്ങനെ അറിയാം, ഒന്നെങ്കിൽ ഞാൻ മിണ്ടത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞങ്ങ് മാറും. എൻ്റെ ആയുധം ഇതാ, ഒന്നെങ്കിൽ അവിടുന്ന് ഒഴിഞ്ഞങ്ങ് മാറും. ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മിണ്ടുകയില്ല. അവരെന്തേലും പറഞ്ഞോട്ടെ. സ്തോത്രം. അതുകൊണ്ടൊരു ഗുണം എന്നാണെന്നറിയാവോ, ആരോടും ക്ഷമ ചോദിക്കേണ്ടി വരുന്നില്ല. 1. 2, ദൈവസന്നിധി വരുമ്പം പ്രാഗൽഭ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. അവരെ കാണുമ്പോൾ എനിക്ക് പമ്മേണ്ട കാര്യമൊന്നും അതാ, അയ്യോ അവനിരിപ്പുണ്ട്, എന്നാൽ ഞാനെന്നും ഒന്നും സംസാരിക്കുന്നില്ല, ജോർജ് കുട്ടിക്ക് കൊടുക്ക്. അവരെ കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ആരാ, പിണറായി വിജയനാണെന്നോ പറഞ്ഞ മടിയിൽ കനവുള്ളവർ പേടിക്കുമെന്ന്. വഴി കനമുള്ളവന് പേടിയാ, കനവ് ഇല്ലെങ്കിൽ എന്നാ പേടിക്കാം. സ്തോത്രം. പിന്നെ ഒരു കാര്യമുണ്ട്, വലിയ ബുദ്ധിമുട്ടാ. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളെ ഇകഴ്ത്താൻ പറഞ്ഞൊന്നുമല്ല. നോട്ടമൊക്കെ കണ്ടിട്ട് അയാൾ വന്നിരിക്കുന്ന അല്ലെ, നോട്ടം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുക, ചരിഞ്ഞുള്ളൊരു നോട്ടവും. ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ എടുത്ത ഭാഗത്തേക്ക് വരാം. എല്ലാവർക്കും ഒരു അപാകത പോലെ. എന്നാൽ പിന്നെ 2, 3 കയറുന്നില്ല, വെറുതെ എന്തിനാ അതിനകത്തെല്ലാം കയറി അലോഗ്യം ഉണ്ടാക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണല്ലോ വായിച്ചത്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തെള്ളി കിട്ടുക എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഇതാരോടാ പറയുന്നേ? കൊരിന്ത് സഭയോടാ പറയുന്നത്. ആരുടെ കാര്യമാ? ഇസ്രായേൽ ചരിത്രമാ. 10-1 മുതൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻകീഴിലായിരുന്നു, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും എവിടെ പോവാ? അറിയണ്ടേ? സഭയിൽ നിന്ന് ചാടി ഇറങ്ങി തിരിച്ചു വരുന്ന അറിയണ്ടേ? സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻകീഴിലായിരുന്നു, മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും വരെ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും വരെ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയൊന്നുമല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു. എന്നിട്ട് 5-ാം വാക്യം, എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്നിട്ട് പറയാ, അവരെ മരുഭൂമിയിൽ തെള്ളിയിട്ട് കളഞ്ഞു എന്നുള്ള കാര്യം അറിയാതിരിക്കരുത്. നിങ്ങൾ അറിയണം.
അപ്പൊ ഇത് ഇസ്രായേൽ ചരിത്രമായി ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇസ്രായേൽ ചരിത്രം ന്യായമായി വ്യാഖ്യാനം നടത്തിയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയ ഇസ്രായേലിന്റെ ചരിത്രമാണ്. എന്നിട്ട് പറയുക, ഇവരെ മരുഭൂമിയിൽ തെള്ളിയിട്ടു. ഈ തെള്ളിയിട്ടത് ആരാ? യോ തെള്ളിയിട്ടത് ആരാ? ഷാഷാന്നോ ദൈവമാണോ? നമ്മൾ കൂടുതലും ഷാജ് തള്ളിയിടുന്നെന്നായി പറയാന്നെ. എൻ്റെ ഭാഷ ഞാൻ ആ കിണറ്റങ്കര നിൽക്കുക, ഷാജ് എന്നെ ബസ്സിലോട്ട് കയറി പിടിച്ചില്ല. അന്നേരം അല്ലേലും ഷാജൻ എന്നോട് ദൈവം തള്ളിയിട്ടതാ. ഞാൻ ആ ഭാഗത്തേക്കൊക്കെ വരാം വചനത്തിൽ നിന്ന്. ഇവര് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, കാരണം കുഞ്ഞാടിന് ഇറത്ത് ചോരത്തളി ആചരിച്ചു. 2 സ്നാനപ്പെട്ടു, ചെങ്കടൽ കടന്നു. പക്ഷെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഒന്നുവരെ ദൈവം പ്രസാദിച്ചുമില്ല, 2 വരെ മരുഭൂമി ദൈവം തെളി കിട്ടു. ഇത് നിങ്ങൾ അറിയണം. ഈ 10-ാം അധ്യായത്തിൽ തെള്ളിയിടാൻ ഏതാണ്ട് പ്രധാനമായിട്ട് 5 കാര്യം പറഞ്ഞിട്ടുണ്ട്. 6-ാം വാക്യം വായിച്ചേ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, ലോകാവസാനം അന്തം തിരിക്കുന്ന നമുക്ക് അവർ മോഹിച്ചതുപോലെ. 1 ദുർമോഹം തെളിയിടാനുള്ള കാര്യം. 1 ദുർമോഹം. 2 അടുത്ത വാക്യം. 2 വിഗ്രഹാരാധന. 1 ദുർമോഹം, 2 വിഗ്രഹാരാധന. 3 പരസംഗം. അടുത്തത് 4 ദൈവത്തെ പരീക്ഷിച്ചു. 5 പിറുപിറുത്തു. മതി. അപ്പോൾ 5 കാര്യം എടുത്തു പറഞ്ഞു. 1 ദുർമോഹം, 2 വിഗ്രഹാരാധന, 3 പരസംഗം, 4 ദൈവത്തെ പരീക്ഷിക്കുന്നു, 5 പിറുപിറുപ്പ്. അതുകൊണ്ടാണ് ഇവരെ തള്ളിയിട്ടത്. എന്ന് പറയാം, നിങ്ങൾ അങ്ങനെ ആകരുത്. എന്തിനാ ഇത് നമ്മളോട് എന്തിനാ ഇത് പറഞ്ഞേക്കുന്നത്? 2 കാര്യമാ. 1 അവിടെ എഴുതിയിരിക്കുന്നത് 6-ാം വാക്യം വായിച്ചേ. 1 നമുക്കിത് ദൃഷ്ടാന്തമാക്കി തന്നിരിക്കുക. 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനും കൂടാ. അപ്പൊ ഈ സംഭവങ്ങൾ നിരത്തിയിരിക്കുന്ന 2 കാര്യമാ നമ്മളോട്. 1 നമുക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുക. 2 ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിന്. ഇപ്പൊ നിങ്ങൾ ഇത് അറിയണം, ഇത് നന്നായിട്ട് അറിയണം. ഇവരിൽ ദൈവം പ്രസാദിച്ചില്ല, ഇവരെ തെള്ളിയിട്ടു. രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, അഭിഷേകമൊക്കെ പ്രാപിച്ചതാ, തിരുമേശ എടുത്തതാ. പക്ഷേ പട്ടുപോയി. നമുക്കത് വരരുത്. നമ്മൾ ഈ വഴിയാത്രയിൽ പട്ടുപോകരുത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകരുത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ആരും വഴിയിൽ തകർന്നു പോകരുത്. എല്ലാവരും അങ്ങ് ചെല്ലണം. 2-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. തിരുവചനം പഠിപ്പിക്കുക, അവർ പാർപ്പാൻ തക്ക പട്ടണത്തിലെത്തേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ദൈവത്തിന്റെ വഴി തികവുള്ള വഴിയാ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആശ്രയിക്കുന്ന ദൈവമക്കളെ ദൈവം അവിടെ എത്തിക്കും. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നി പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നി പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകര വീരപുമാൻകളിൽ അവരിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകര വീരപുമാൻകളിൽ ഇണവരിൽ. യാഗേ നീ എൻ്റെ ഓ വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഗമേ തവ അമോ
കൃപയാകെ നീ എൻ ദൈവ വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. എനിക്ക് നിങ്ങള് ദൈവനാശനും പ്രിയ സഹോദരനും ഒക്കെ ട്രമം വായിക്കുന്നത് കൊണ്ട് വളരെ സന്തോഷം. താളക്കണക്കുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് കൂടെ പാടാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ കൂടെ പാടിയാൽ നിങ്ങൾ പറയോ വചനത്തിൽ നിന്നൊന്നും പറഞ്ഞില്ല, മുഴുവൻ പാട്ടായിരുന്നു. ഞങ്ങൾ 10 മുതൽ പാടി ഊപ്പാട് വന്നിരിക്കുക. അന്നേരം അങ്ങേര് പിന്നെയും വന്ന്. അപ്പം നിങ്ങളത് പറഞ്ഞില്ലേലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. അതുകൊണ്ട് വൈകിട്ട് കുറച്ചുകൂടെ പാടാം. അപ്പം വൈകിട്ട് നിങ്ങളധികം പാടണ്ട. വചന ശുശ്രൂഷ നമുക്ക് ഒന്നിച്ച് പാടാം. നല്ല കണക്കാണ് കേട്ടോ, കണക്കുണ്ട്. നല്ല ഈ മനോസുഖമുണ്ട് ദൈവത്തിനും. ചിലയിടത്ത് എന്നാൽ തമ്പകറിട്ട് അങ്ങ് അടിച്ച് പൊട്ടിക്കുക. കാരണം ഇതിന് വെളിവും വെള്ളിയാഴ്ച ഒന്നും ഉള്ളതല്ല. ഈ തമ്പകറുമായിട്ട് നടക്കുന്ന എല്ലാവരും അവരോർക്കുന്ന ഇതെങ്കിൽ ചുമ്മാ ഇട്ടങ്ങ് അതിലെ തമ്പകർ അടിക്കുന്നെന്നാണ് പറയുന്നത്. തമ്പകർ അടിക്കല്ല, തമ്പകർ വായിക്കുക. ഇത് ട്രമ്മ വായിക്കണം. അത് ചെയ്യുന്നുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ കാര്യം അറിയാതിരിക്കരുത്. ഇവരെ തെള്ളിക്കിട്ട കാര്യം അവിടെ 5 കാര്യം എടുത്ത് പറയുക. ഒന്ന്, ദുർമോഹം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദുർമോഹം അകത്ത് കയറിയാൽ നമുക്ക് അങ്ങ് ചെല്ലാനൊക്കത്തില്ല. ആവശ്യമില്ലാത്ത ചിന്തകളെ, ആശ. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, ചങ്ങലകിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങലകിലും ഭയങ്കരം ആശ ചങ്ങല. ചങ്ങലകിലും ആശ ചങ്ങല ഭയങ്കരം. ചങ്ങല തളപ്പിങ്കൽ നിൽക്കും ഏകത്രബദ്ധനാശ ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളക്കൻ പോലാശകൾ തോറും ഓടി നടക്കുന്നില്ല എന്നെ. അതിനാൽ ആയുസ്സിന്റെ നശ്വരതയും പാപകൃതിയും വിഷയഭോഗങ്ങളാലില്ലോ ഒരു തൃപ്തി. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. കർത്താവ് നമുക്ക് പഠിപ്പിച്ച ഉപദേശമുണ്ട്. ഇപ്പൊ പുതിയ ഉപദേശം തന്നെ. നമ്മൾ എന്ത് ചോദിച്ചാലും പുള്ളി വേറെ ചില ഉപദേശം എന്നറിയോ, ആരാധിച്ചാൽ മതി എല്ലാം കിട്ടുമെന്ന്. അങ്ങനൊന്നും വേദോസ്തത്തിൽ പ്രമാണമില്ല. ആരാധിച്ച ഉടനെ എല്ലാം കിട്ടുമോ? ഈ ആരാധിച്ചാൽ എല്ലാം തരാന്ന് പറഞ്ഞ മറ്റേ പുള്ളിയാ. ആരാ? വായിച്ചേ. ആരാധിച്ചാൽ മതി എല്ലാം തരാന്ന് പറഞ്ഞത് മറ്റേ പുള്ളിയാ. വായിക്ക. കണ്ടോ മാമേ? അത് തന്നെ വായിക്കേ. ഒരു വാക്യം കൂടെ മേളിൽ കയറ്റി വായിക്കേ. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അതിന് മേളിൽ പിശാച് വന്നത്. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടു പോയി. പിശാചിനെ പേടിയാന്നോ? ഇല്ല. എന്നാ അവിടെ മുതൽ വായിര്. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടു പോയി. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. രാജ്യങ്ങളെ കാണിച്ചെന്ന് പറഞ്ഞാൽ രാജ്യവും അതിന്റെ മഹത്വവും അതിന്റെ പ്രൗഢിയും പത്രാസും എല്ലാം കാണിച്ചെന്ന അർത്ഥം. സകലതും ക്ഷണനേരത്തിൽ കാണിച്ചു. അടുത്തത്, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വമൊക്കെ നിനക്ക് തരാം. എന്നിപ്പോ ഞാൻ കസേര, സ്ഥാനമാനങ്ങള്, സമ്പത്ത്, ആഡംബരം, താടിമോടി മുഴുവൻ നിനക്ക് തരാം. ഇത് മുഴുവൻ എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്ത കണ്ടീഷൻ, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കാം. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി. എന്നെ ആരാധിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം. അപ്പൊ ആരാധിച്ചാൽ എല്ലാം തരാമെന്ന് പറഞ്ഞത് ദൈവമല്ല, പിശാച. അതുകൊണ്ട് ഉപദേശിമാരോ അച്ഛന്മാരോ അല്ലെ വല്ല സഹോദരന്മാര് പറയാം, പ്രിയരെ ആരാധിച്ചാൽ മതി നമുക്കെല്ലാം. അങ്ങനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. ആരാധിച്ചാൽ മതി എല്ലാം തരാന്ന് പറഞ്ഞ പിശാച. കർത്താവ് എന്നാ പറഞ്ഞേ? 6:33 മത്തായി 6:33 വായിര്. 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എല്ലാം തരാന്നാണോ? ഇല്ല, ഇതൊക്കെ
അതിന് കണ്ടീഷൻ വെച്ചിരിക്കുന്നത് മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അങ്ങനെ സാധാരണ പറഞ്ഞ രാജ്യവും നീതിയൊന്നും വിഷയമല്ല. എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, മുഴുവൻ സാധനവും. കർത്താവ് പഠിപ്പിച്ചത് മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ എന്നതൊക്കെയാ, എന്തൊക്കെയാ അമ്മാമേ? നാളേക്ക് വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. 25 മുതൽ മേളിലോട്ട് കയറ്റി ആ കണ്ണിക തുടങ്ങുന്നിടത്ത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് നിന്നും എന്ത് കുടിക്കുമെന്ന് ജീവനായി കൊണ്ടും വിചാരപ്പെടരുത്. ആകാരത്തെക്കാൾ ശരീരം എന്തൊടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ട് വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? പിന്നെ ആകാശത്തിലെ പറവുകളെ നോക്കുക. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുവെക്കുന്നെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവേ പോലെ അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. അടുത്ത വാക്യം. വിചാരപ്പെടുന്നതിനാൽ തന്നെ നിങ്ങളത്തോട് മുഴുവൻ കൂട്ടുവാൻ ആർക്കും കഴിയത്തില്ല. അടുത്ത വാക്യം. ഉടുപ്പിനേക്കാൾ വിചാരപ്പെടുന്നതും ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ശലവും പോലും ഇതേക്കാൾ വലുതായിട്ടൊന്നും ചമഞ്ഞിരുന്നില്ല. ഇന്നുള്ളത് നാളെ അടുപ്പിടുന്ന വയലിലെ പുല്ലിനെ ഇങ്ങനെ ചമയിപ്പിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അത്രയധികം. അടുത്ത വാക്യം. ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കുമെന്ന് ഓർത്ത് വിചാരപ്പെടരുത്. ഈ വക അങ്ങനെ ഒക്കെയും ഈ വക പദമൊക്കെ വരയിട്ടോണം. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ അങ്ങനല്ലേ? മേളിൽ കൊടുക്കുക ഈ വക, താഴെ പറയാ ഇതൊക്കെ എന്ന് പറഞ്ഞ ഉണ്മാനും ഉടുക്കാനും കുടിക്കാനും. പത്രോസിന്റെ ഭാഷ പറഞ്ഞ ജീവനും ഭക്തിക്കും വേണ്ടിയത്. സ്തോത്രം. ജീവനും ഭക്തിക്കും വേണ്ടിയത് അത് തരുവാൻ ദൈവം വിശ്വസ്തനാ. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല പ്രിയരെ. അധികം മോഹം അകത്തുണ്ടാകരുത്. മോഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ദുർമോഹം പാടില്ല. ആഗ്രഹങ്ങൾ ആർക്കാ ഇല്ലാത്ത? എല്ലാവർക്കും ഉണ്ട്. ഉദാഹരണം, ഒരു നല്ല വീട് ലഭിച്ചാൽ കിട്ടിയാൽ ആർക്കാ ആഗ്രഹമില്ലാത്ത? ഇല്ലേ? സ്വന്തമായിട്ട് വീടില്ലാത്തവരുന്ന് കൈ പൊക്കിക്കേ. ഈ ഭൂമിയില് എല്ലാവർക്കും ഉണ്ടല്ലേ? കൈ കൊണ്ട് പൊക്കുന്ന കാണട്ടെ. സ്തോത്രം. ആഗ്രഹമില്ലേ കർത്താവിന്റെ വരവിന് മുമ്പ്, മരണത്തിന് മുമ്പ് ഒരു നല്ല വീട് കിട്ടണമെന്ന്? ഇല്ലേ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് പാപമൊന്നുമല്ല, അത് പാപമല്ല. പക്ഷെ അതിന് വേറെ പെയിന്റ് അടിച്ച് വേറെ ചിന്താഗതിയിൽ, ഈ പഴമക്കാരുടെ ഭാഷ പറഞ്ഞ കൂനറിഞ്ഞ് അതാ. ഒരു വീട് ഇല്ലാത്തവർക്ക് ഒരു വീട് നല്ല ആഗ്രഹമാ, കിട്ടണം. എല്ലാവർക്കും ചിലപ്പോൾ വാഹനമില്ല, അപ്പൊ ഒരു ആഗ്രഹമാ ഒരു വാഹനം. അത് പാപമൊന്നുമല്ല, നല്ല ആഗ്രഹങ്ങളാ. കുഞ്ഞുങ്ങൾക്കെല്ലാം ഭൗതിക നന്മ ഒന്നെങ്കിൽ വിദേശത്ത് പോകുക, നല്ല ജോലി കിട്ടുക, നല്ല വിദ്യാഭ്യാസം, അത് തെറ്റൊന്നുമല്ല, പാപമല്ല. അതൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. എങ്ങനെയും ആയിക്കോട്ടെ, അവനെ കൊച്ചനാ, എങ്ങനെയും. ചില പറഞ്ഞു കേട്ടില്ലയോ? എത്ര പിള്ളേരുണ്ട് അമ്മാമ്മേ? ഒരു മോനും ഒരു മോള് അവളെ കെട്ടിച്ചു. മോൻ എന്ത് ചെയ്യും? അവനുണ്ട്, അവൻ പിന്നെ ആണല്ലേ, എങ്ങനെയും ആണോ വളരുന്നത്? അപ്പൊ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ദുർമോഹം പാടില്ല. ദുർമോഹം അകത്ത് കയറിയ ആകാന് പറ്റിയ കാര്യം നമുക്ക് തിരുവചനത്തിൽ അറിയാം. അവിടെ വായിക്കുന്ന കണ്ടു, മോഹിച്ചു, എടുത്തു. 3 കൂട്ടം സാധനം എന്തൊക്കെയാ? വിശേഷമായ ബാബിലോന്യ മേലങ്കി, പിന്നെ പൊൻകട്ടി, പിന്നെ എന്റെ മാസ്റ്ററെ ഞങ്ങൾ അന്നേരം ഇല്ലായിരുന്നു, അതാണോ? പൊൻകട്ടി, വെള്ളിക്കട്ടി, വിശേഷമായ ബാബിലോന്യ മേലങ്കി. അത് കണ്ടു, മോഹിച്ചു, എടുത്തു. എന്നിട്ടോ ഗുണം വന്നോ? കൂടാരത്തിനടിയിൽ കൊണ്ട് കുടിച്ചിട്ടു. എന്നിട്ട് പറയാ വെള്ളി ഏറ്റവും അടിയിൽ കിടപ്പുണ്ടെന്ന്. ഗുണം വന്നില്ല. അതുകൊണ്ട് ദൈവമക്കളോടൊരു കാര്യം പറയാ, ആവശ്യമില്ലാത്ത ദുർമോഹം നമ്മുടെ അകത്ത് കയറരുത്. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം, നിങ്ങൾ ഒരെണ്ണം തന്നെ. അനേക വലിയ വലിയ വീടുകളിൽ പോയിട്ടുണ്ട്.
വലിയ വീടുകളിൽ, അത് ഈ നാട്ടിലും മറ്റു നാടുകളിലുമൊക്കെ ചെല്ലുമ്പം നമ്മൾ ആയുസ് കാണുന്ന ആദ്യ കാര്യങ്ങളൊക്കെ കാണാറുമുണ്ട്. പക്ഷെ അതൊന്നും അകത്ത് കയറരുത്. അത് അകത്ത് കയറിയാനുള്ള കുഴപ്പം എന്നാണെന്നറിയോ? നമ്മൾ അതുപോലെ ഉണ്ടാക്കാനും നേടാനും പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുമെന്ന് പ്രമാണം ചിലപ്പോൾ അയക്കേണ്ടി വരും, ഉപദേശത്തിന് അയവ് വരുത്തേണ്ടി വരും, കള്ളം പറയേണ്ടി വരും. അങ്ങനെ കള്ളം പറയുമ്പോൾ ആത്മാവിനെ കെടുക്കും, പിന്നെ ശുശ്രൂഷയെ ബാധിക്കും. അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തുവാൻ ബലമുള്ള ഭുജത്തും കീഴിൽ താണിരുന്നാ മതി. സമയമാകുമ്പോൾ ദൈവം നിന്നെ മാനിക്കും, സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. നമുക്ക് ദോഷം വരുവാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ സന്തതിക്ക് ദോഷം വരാനും ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത മോഹങ്ങൾ അകത്ത് കയറരുത്. ഒന്ന് ദുർമോഹം, രണ്ട് വിഗ്രഹാരാധന. ദൈവം ഏറ്റവും വെറുത്ത വിഷയമാണ്. 3 പരസംഗം, 4 ദൈവത്തെ പരീക്ഷിക്കുന്നു, 5 പിറുപിറുപ്പ്. അത് ഏറ്റവും വലിയ പാപമാണ്, പിറുപിറുപ്പ്. ഞാൻ വിവരിക്കുന്നില്ല ഭാഗം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഇവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. ഇവരാരും അങ്ങ് ചെന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞ ഭാഗം അങ്ങ് നിർത്താം. ഇന്ന് പകല് ദൈവം അനുവദിച്ചാൽ നമുക്ക് വൈകിട്ട് തെളിഞ്ഞു കാണാൻ മേല. എന്തുവായി? എത്രയായി മാമേ? 1:50, 2 നിർത്താം. എന്നാ ഒരു കണക്കാകട്ടെ. അല്ലെ നിങ്ങൾ പറയാം പുളി എപ്പോഴാണ് നിർത്തി? എനിക്ക് തോന്നുന്നു 1:45. അങ്ങനെ തർക്കം വേണ്ട. 2 പറയാനൊരു ശേലുണ്ടല്ലോ. 1-2 കാര്യം പറഞ്ഞ് നിർത്താം. ഇവരെ മരുഭൂമിക്ക് തള്ളിയിടാനുള്ള കാരണങ്ങളിൽ പ്രധാനമായ ഒരു കാരണം ഞാൻ എപ്പോഴും പറയും, ശരീരം കൊണ്ട് ഇവരും മിസ്രയീം വിട്ടു പോണെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല. ഹൃദയം കൊണ്ട് ഇപ്പോഴും. നിങ്ങൾ കോട്ടയം ജില്ലക്കാരല്ലേ? അപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, വഞ്ചി ഇപ്പോഴും തിരുനക്കരയിലാണ്. പ്രായമുള്ളവർക്ക് അർത്ഥവും പിടികിട്ടി കാണും. ആലപ്പുഴയ്ക്ക് പോയതാ, രാത്രി മുഴുവൻ തുഴയുന്നുണ്ടായിരുന്നു. പക്ഷേ നോക്കിയപ്പോഴും വഞ്ചി. കാരണം എന്നാന്നറിയാമല്ലോ? എന്താ? കെട്ടടിച്ചിട്ടില്ല. 85 കൊല്ലമായിട്ട് തുഴയുക. പഴയ പോയിന്റ് ഞാൻ വരിക. പക്ഷെ പലരുടെയും വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ. അതിന്റെ കാരണം ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും. തെളിവിന് ഒരു വാക്യം വായിച്ചോ. ഈ തെളിവ് വാക്യം തരുമ്പോ പിന്നെ എന്റെ കൊങ്ങായിക്ക് പിടിക്കുകയല്ലോ. വാക്യം വായിച്ചാൽ എല്ലാവരും വീട്ടിൽ പൊക്കോളുമല്ലോ. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 38-39. മോനെ നിനക്ക് വായിക്കാൻ അറിയാമോ? ഇല്ല, മോനറിയാമോ വായിക്കാൻ? വായിച്ചേടാ, ഒന്ന് കേൾക്കട്ടെ. അവിടെ ആന്നോടാ അപ്പോസ്തല പ്രവൃത്തി? എവിടാന്ന്? എന്നോടാണോ ചോദിക്കുന്നത്? 7-ാം അധ്യായത്തിന്റെ 38 വായിച്ചേ മോനെ. ഈ ഭാഗമൊന്നും നീ ഇന്ന് വരെ തുറന്നിട്ടില്ലേടാ. 7-ന്റെ 38 വായിക്കും മോനെ. എടാ ഇവിടെ ലേടാ 38. വായിച്ചേ മോനെ, ഉറക്കെ വായിക്കടാ. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളി കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. മതി മതി. ദൈവം മോനൊന്ന് വായിച്ചു.
ഇവരെല്ലാരും വായിക്കുമോന്നൊന്ന് അറിയാൻ വേണ്ടിയാ. അഹരോനോട് ഞങ്ങൾക്ക് മുമ്പാണ് 38 വായിരുന്നു. 38. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ വായിക്കാൻ ഒഴുക്കുണ്ട്. മോൻ വായിച്ചേടാ. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. വായിക്കുന്നുണ്ട്. അവനിലോട്ട് കൊടുത്തു. അവനൊന്ന് വായിക്കും. സീനായി മലയിൽ തന്നോട് നിന്റെ മുടി ഇച്ചിരൂടെ വെട്ടിക്കാൻ മേലേ? നാളെ വെട്ടിക്കുവോ? സഭായം കഴിഞ്ഞോ? സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ അവൻ്റെയിലോട്ട് കൊടുക്ക്. മോനെ നാളെ ഇച്ചിരി മുടി വെട്ടിക്കണം കേട്ടോ. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിൽ സഭയിലിരുന്നവനും നമുക്ക് തരുവാൻ മതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് യോഗത്തിന് വരണേ. ഞാൻ പുള്ളി വൈകിട്ട് പിന്നെയും വായിപ്പിക്കുമോന്നൊന്നും ചിന്തിക്കണ്ട. വൈകിട്ട് ഞാൻ വേറെ ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, വണ്ടി കളിക്കാം. അവിടെ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. ഞാനും നിങ്ങളും എല്ലാം പാട്ട് പാടും. മിശ്രയിമിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും നിങ്ങൾ സത്യം പറയണം. ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് മിശ്രയും വിട്ടോ? കേൾക്കാൻ മേല. വിട്ടെന്നാന്നോ വീട്ടിലെന്നാന്നോ? നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിലൊക്കെ വന്ന് പെന്തിക്കോസ് വന്നെങ്കിലും ഒത്തിരിയും കാര്യം വിടാനുണ്ട്. നാളെ ഞാൻ കൺവെൻഷന് പറഞ്ഞതുപോലെ നമ്മൾ പെന്തിക്കോസുകാർ ഇനി എന്തൊക്കെ പ്രധാനമായിട്ട് പ്രത്യക്ഷത്തിൽ രഹസ്യമായിട്ട് ഒത്തിരി ഉണ്ട്, പരസ്യമായിട്ടുള്ളതിൽ എന്തൊക്കെ വിടണമെന്ന് ഞാൻ ഇങ്ങനെ ശാന്തമായിട്ട് ചിന്തിച്ചപ്പം നോട്ട് ചെയ്തു. 158 കൂട്ടം കാര്യം ഇനിയും വിടാനുണ്ട്. ഇവർ വിട്ടെന്നാ പറഞ്ഞ്. 158 കൂട്ടം കാര്യം ഇനിയും വിടാനുണ്ട്. ഇല്ലേ? ഇപ്പൊ നിങ്ങൾ പറയാം ഭാഷ കള്ളം പറയുക. ആട്ടെ, ഞാൻ 1-2 കേസുകൾ തരാം. അപ്പൊ പിന്നെ നിങ്ങൾ ഇന്നാളെ ഞാൻ പറഞ്ഞതാ വിടാനുള്ളതേ. എല്ലാവരുടെയും കാര്യമല്ല. ഇപ്പോഴും ചില പെന്തിക്കോസുകാർ ചിലര് വീട് വെക്കുമ്പോൾ സ്ഥാനം കാണുന്നവരുണ്ട്. വിട്ടെങ്കിൽ അല്ലേലിയാ പറയണം, വിട്ടില്ല ഇതുപോലെ മിണ്ടായിരുന്നോണം. എനിക്കറിയുന്ന സന്ധ്യ വരെ മിണ്ടുകാലെന്നാ തോന്നുന്നത്. ഇപ്പോഴും ചില പെന്തിക്കോസുകാരെ കല്യാണം കഴിയുമ്പോൾ അടുക്കള കാണാൻ പോകുന്നവരുണ്ട്. വിട്ടെങ്കിൽ അല്ലേലിയാ പറഞ്ഞേക്കണം. ലേലിയാന്ന് പോവേ എനിക്ക് വന്ന് അറിയാമല്ലോ ആരെയൊക്കെയാ വിട്ടതെന്ന്. ഇപ്പോഴും ചില പെന്തിക്കോസുകാരെല്ലാവരും അല്ല, കൊച്ചുങ്ങൾക്ക് വെള്ളിയുടെയും പൊന്നിന്റെ അരിഞ്ഞാണമില്ലെങ്കിൽ ഒരു ചാരടെ, എല്ലാവരുമല്ല. 2 സഹോദരിമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞതില്ല, എൻ്റെ മേരിക്കുട്ടി ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. കണ്ടോ? ഏതാ? വിട്ടെങ്കിൽ അല്ലേലിയാ പറഞ്ഞേക്കണം, ഇല്ലേ പമ്മി ഇരുന്നേക്കണം. എന്നാന്നോ 2-3 ദിവസമായിട്ട് എൻ്റെ കണ്ണ് മനസ്സിലായല്ലോ. അടുത്തിരിക്കുന്ന ആള് ആരാണ്ട് എൻ്റെ പാറ, നിങ്ങൾ പാറ. വിട്ടെന്നല്ലേ ഇവിടെ ആരാണ്ട് പറഞ്ഞത്? വിട്ടോ? രാവിലെ തിണ്ണലോട്ട് വന്ന ചായ ഇന്ന് വിരുന്നുകാരുണ്ടെന്നാ.
എൻ്റെ 3-4 ദിവസമാണ് എൻ്റെ കൈയുടെ വെള്ള വിട്ടോ. എപ്പോ ഒരു നല്ല കാര്യത്തിന് പോയാൽ ഈ നശിച്ച പൂച്ച എടുത്ത് കുറുകയാടും. വിട്ടെങ്കിൽ വിട്ടെന്നങ്ങ് പറഞ്ഞേക്കണം, കുഴപ്പമൊന്നുമില്ല. ആ കല്യാണമൊക്കെ നടത്തുന്ന കൊള്ള ഇല്ല ഏതാണെന്ന് ചോദിച്ചോണം. മനസ്സിലായില്ലേ? അമ്മ ഇല്ലം കേട്ടിട്ടില്ലേ? കേട്ടിട്ടേ ഉള്ളൂ. ആയിക്കോട്ടെ. ഇല്ലവേ ഞങ്ങൾ ഇല്ലത്തിൽ ചേടുത്തി അനിയത്തി ആയതാ. മനസ്സിലാകുന്നില്ലല്ലേ? വെള്ളായില്ലം, ആതേരില്ലം, തച്ചനില്ലം, നെല്ലേരില്ലം. ഞാൻ കൂടുതൽ വിശദീകരിക്കണോ? അതാ നല്ലത്. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. അല്ല, നമ്മൾ വിട്ടെന്നല്ലേ പറഞ്ഞേ? നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കട്ടിലിരുന്ന കാല് രാത്രി യാത്ര പറയരുത്. മനസ്സിലായില്ലേ? പിന്നെ പൊട്ട് കളിച്ചിരിക്കുന്നു. വിട്ടെന്നല്ലേ മുമ്പേ പറഞ്ഞേ? ഇപ്പൊ ഒന്നും വിട്ടില്ലേ? ആ പാവങ്ങൾ രണ്ടും കയറി ഏക്കുകയും ചെയ്ത്. അല്ല, എല്ലാവർക്കും വേണ്ടി ഒരുവൻ ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ദൈവമേ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പലതും ഞാനും നിങ്ങളും വിടാനുണ്ട്. ഞാൻ 158 കൂട്ടം കാര്യമാണ് നോട്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഞാൻ 5-8 പറഞ്ഞോളൂ, ഇനിയുണ്ട്, ബാക്കി വൈകിട്ട് പറയാം. വൈകിട്ട് ഇനി വാ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇതിന്റെ മേലെല്ലാം ജയമെടുക്കണം. ഇന്ന് 20, നാളെ ദൈവം അനുവദിച്ചാൽ 21 കയറുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള വിഷയത്തിൽ ഈ സഭയിൽ കൂടുന്ന സകല ദൈവമക്കൾ ജയമെടുക്കണം. അങ്ങനെയുള്ള മാമൂലുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യം, പിന്തുടർച്ച, ഇതൊന്നും നീ പിന്തുടരുത്. ഇന്ന് പകൽ ഹൃദയം കൊണ്ട് മിസ്രൈമിലോട്ട് പോകരുത്. വിട്ടത് വിട്ടു. 2 മണിയായല്ലോ. നിങ്ങൾ ഇതുവരെ സഹകരിച്ചതിന് ഒത്തിരി നന്ദി. നമുക്ക് ദൈവം വൈകിട്ട് ചിന്തിക്കാം. വൈകിട്ട് നിങ്ങളെല്ലാവരും വരുമോ? ദൈവം നമ്മൾ അനുവദിച്ച് കൂട്ടി വരട്ടെ. ഞാനും വിശ്രമിക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഇവിടെ വേറെ വില്ലോടും. എന്തായാലും നമുക്ക് വൈകിട്ട് എപ്പോഴായിരിക്കും തുടങ്ങുന്നത്? 6 മണിക്ക്. ഇവരെല്ലാവരും വരുമോ? 6 മണിക്ക് എല്ലാവരും വരുമോ? അങ്ങനെ ഒരു 6:45 എനിക്ക് സമയം തരാമോ? അപ്പം നമുക്കൊരു 9 നിർത്താം. എന്നാ നിങ്ങൾക്ക് അമ്മേ വരുമോ? അമ്മേ ഇങ്ങനെയാണെ ഞാൻ വരുന്നില്ല ഭാഷ എന്നായിരിക്കും. നമുക്ക് ഞാൻ ആരെയും കൊച്ചാക്കി പറഞ്ഞതില്ല. ഒത്തിരി കാര്യം ഞാൻ നിങ്ങളും വിടേണ്ടതുണ്ട്. കുറേ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മാമൂലുകൾ. കുടിക്കര ചെന്നാലും ഉണ്ട്. ആരാടാ തല ഇങ്ങോട്ട് വെക്കാൻ? എടാ, ചത്തവൻ്റെ തല എങ്ങോട്ട് വെച്ചാൽ അവൻ രക്ഷിക്കപ്പെട്ടവൻ അവനെ കൃത്യം പോകേണ്ടടുത്ത്. പണം പിടിക്കാത്തവൻ അതല്ലേ അങ്ങോട്ട് വെച്ചാൽ എന്നാ ഇങ്ങോട്ട് വെച്ചാൽ എന്നാ? കെട്ടടിക്ക്, കെട്ട്. ലാസറേ പുറത്തു വരിക എന്നാ പറഞ്ഞേ. അതെ, നമ്മുടെ ആൾക്കാർ മരിക്കുമ്പോൾ തെക്കോട്ട് തല വെക്കരുത്. പിന്നെ എങ്ങനെ? ഇതൊക്കെ എവിടെ നിന്നാ കിട്ടിയേ? ആണ്ട പ്ലെയിനെ പോയി കത്തി കിഴക്കോട്ടാന്നോ തല വെച്ചത്? തെക്കോട്ടായിരുന്നു. എത്രയോ രക്തസാക്ഷികൾ തെക്കോട്ടാണോ തല വെച്ചത്? കിഴക്കോട്ടാണ്. പക്ഷെ ഉയർപ്പിന്റെ പൊൻപൊലരിയിൽ തേജസ്സിന്റെ ശരീരവും പ്രാപിച്ച് ഉയർത്തു വരുന്നൊരു സുദിനമുണ്ട്. ആ പഴയ പാട്ടിന്റെ 2 ജനം മുമ്പേ പാടിയതല്ലേ? ചേർന്ന് പാടി നമുക്ക് ഇന്ന് പകൽ പിരിക്കാം. മിസ്രയീം വിട്ടതിൽ കേദീപാനിൽ ലൊന്നും ആശ്വാസദേശം മുൻപിലുണ്ട്. ഓ
മിശ്രയിൻ അതിൽ കേറി വാനിലൊന്നു ആശ്വാസദേശമൻ മുന്നിലുണ്ട്. ആമേ കൈകൊണ്ടു തീർക്കാത്ത വാഗ്ദത്ത നാട്ടിലുണ്ട്. ഓ കൈകൊണ്ടു തീർക്കാത്ത മേടകളൊക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. ഓ അബ്രാമിൻ യാത്രയിൽ കൂടെ ഇരുന്നവൻ അവകാശം നൽകിയോൻ കൂടെ ഉണ്ട്. ആമേൻ അബ്രാമിൻ കൂടെ ഇരുന്നവൻ അവകാശം നൽകിയോൻ. ആമേ ഹാരാനിൽ യാക്കോബ് കൂടെ ഇരുന്നവൻ വാഗ്ദത്തം നൽകിയോൻ കൂടെ ഉണ്ട്. ആമേ ഹാരാനിൽ കൂടെ നവൻ നൽകിയോൻ കൂടെയുണ്ട്. ആമേ മിശ്രയിൻ ദേശത്തു യൗസേപ്പിൻ കണ്ണുനീർ കണ്ടവനോടു കൂടെയുണ്ട്. ആമേ മിശ്രയിൻ ദേശത്തു യൗസേപ്പിൻ കണ്ണുനീർ കണ്ടവനോടു കൂടെയുണ്ട്. ഓ മിദ്യാനിൽ മോശയ്ക്കു സങ്കേതമായവൻ ഹോരേബിൽ നിന്നവൻ കൂടെയുണ്ട്. ആമേ മിദ്യാനിൽ മോശയ്ക്കു സങ്കേതമായവൻ ഹോരേബിൽ നിന്നവൻ കൂടെയുണ്ട്. ഓ ചെങ്കാടൽ തീരത്തു മോശയിൻ കണ്ണുനീർ കണ്ടവനോടു കൂടെയുണ്ട്. ആമേ ചെങ്കാടൽ കണ്ടവനോടു കൂടെയുണ്ട്. ആമേൻ 600,000 കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. ആമേൻ 600,000 കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. ഓ സ്വർഗീയമാനായി കൊണ്ടു തൻ ദാസരെ പോറ്റി പൂലീയം കൂടെയുണ്ട്. ആമേ സ്വർഗീയ ഊടാരവ ചമനപടബല ദിദിപികബല പോറ്റി പുലർത്തിയോ കൂടെയുണ്ട്. ആമേ പാറയിൽ നീ നുള്ള ശുദ്ധ ജലം കൊണ്ടു ദാഹം ശമിപ്പിച്ചോ കൂടെയുണ്ട്. ആമേ പാറയിൽ ദാഹം ശമിപ്പിച്ചോൻ കൂടെയുണ്ട്. ഓ സ്വർഗീയമാനായെ കൊണ്ടു തൻ ദാസരെ പോറ്റി പുലർത്തിയോൻ കൂടെയുണ്ട്. ഓ ആമേ സ്വർഗീയ ഊടാരവ ശമനപടബല ദിദിപികബല ബടബല ബദലവ ചൈതൽ ഊടവ ശമനപടം കൂടെയുണ്ട്. ഓ എരികോ മതിലൂകൾ തട്ടി തകർത്തവൻ അടൽ വാറ്റിച്ചോ കൂടെയുണ്ട്. ആമേ എരികോ മതിലൂകൾ തട്ടി തകർത്തവൻ കടൽ വാറ്റി കൂടെയുണ്ട്. ഓ കാക്കയെ കൊണ്ടു തൻ ദാസനെ പോറ്റുവ ശക്തനായി തീർന്നവൻ കൂടെയുണ്ട്. ആമേ കാക്കയെ ഊടാരവ ശമനപടബല ദിദിപികബല ശക്തനായി തീർന്നവൻ കൂടെയുണ്ട്. ആമേ ബാലിന്റെ സേവകന്മാരെ നശിപ്പിച്ചോരേലിയാവിൻ ദൈവമൻ കൂടെയുണ്ട്. ആമേ ബാലിന്റെ മകന്മാരെ നശിപ്പിച്ചോരേലിയാവിൻ ദൈവമൻ കൂടെയുണ്ട്. ഓ എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും നോടുകൂടെ ഉണ്ട്. ആമേ എന്നെ വിളിച്ചവൻ എന്നെ രക്ഷി എന്നാളും നോടുകൂടെ ഉണ്ട്. ആമേ ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന പരമാർത്ഥം അവൻ ചൊല്ലിട്ടുണ്ട്. ആമേ
ചൊല്ലിയിട്ടുണ്ട്. ആമേൻ. ഒരു നാളു എന്നെ ൂടബാല വൈഡബാല വേലബാല വൈഡബാല വീരബാല കൂടബാല വൈഡബാല വീരബാല ബാലബാല വീരബാല വൈഡബാല ഓ വീരബാല വൈഡബാല ബല വീരബാല വീരബാല വൈഡബാല വേലബാല വൈഡബാല വീരബാല ഓ വീരബാല വടബാല ദീപിക ബലബട വീരബാല ഊടമച്ച സൈദൽ കമന ബടബല ദീപിക ബലബല അന്തരാ ജലതുരി മവച്ച ജല ഓ ബി 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 ശബടബല ബടബല വീരബ ചൈദൽ കമന ബടബല ദീപിക ബലബട അന്തലാ ജലതുരി മവച്ച ബടബല ബടബല വീരബട ബടബല ബദല ചൈദല ബടബല. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഈ പകല് നമുക്ക് അല്പസമയം വചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ അവസരം ദൈവം തന്നു. അവിടെ നിന്ന് അനുവദിച്ചാൽ വൈകിട്ട് നമുക്ക് കൂടാം. എളിയവനെയും ശുശ്രൂഷകളെയും കുടുംബത്തെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. ഇതുവരെ സഹകരിച്ച എല്ലാ ദൈവമക്കൾക്കും നന്ദി. ഓൺലൈനിലുള്ളവർക്ക് നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.